ഹായ് ഗായ്സ്, നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെമഡി നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ഒരെണ്ണം ടോണറും മറ്റൊരെണ്ണം ക്രീമുമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ സ്കിൻ വൈറ്റനിങ് തന്നെ. സ്കിൻ വൈറ്റനിങ് മീൻസ് നമ്മുടെ ഒരു 2-3 ഷെയ്ഡ്സ് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ടോണറിനും ക്രീമിൻ്റെ റെമഡിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് എസ്പെഷ്യലി നമുക്ക് പിമ്പിൾസ്, ആക്നി പ്രോൺ സ്കിന്നുകാർക്കൊക്കെ റിസൾട്ട് ആയിരിക്കും തരാം. അവരുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് ചേഞ്ച് ആവും. മാത്രമല്ല അവർക്ക് പിമ്പിൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പൊതുവേ ഈ ഒരു ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് എന്ത് കാര്യം നമ്മളിപ്പോൾ സ്കിൻ വൈറ്റനിങ്ങിനാണെങ്കിലും വേറെ എന്താണെങ്കിലും അത് ഉപയോഗിച്ചാൽ അവരുടെ പിമ്പിൾസ് ഒന്നും കൂടി കൂടത്തേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെമഡി ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. നമുക്ക് പിമ്പിൾസ് നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. അതുപോലെ പിമ്പിൾസ് മാർക്സ് ഉണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആക്കി കൊണ്ടുവരും. അപ്പോൾ ഇത് ഓയിൽ സ്കിന്നുകാർ, ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് മാത്രമല്ല ഓൾ സ്കിൻ ടൈപ്പുകാർക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു ടോണറിൻ്റെയും ക്രീമിൻ്റെയും മേക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വലിയ ജീരകമാണ്, പെരുംജീരകം, ഫെനൽ സീഡ്സ്. കുമിൻ സീഡ്സ് അല്ല, ഫെനൽ സീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ ജീരകമാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ ഒരു വലിയ ജീരകം നമുക്ക് പിമ്പിൾസ് കുറയ്ക്കാനായിട്ടും നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഈ ഒരു ഫെനൽ സീഡ്സ് നമ്മുടെ സ്കിന്നിലേക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ഒരു 4 ടീസ്പൂണ്, നമ്മൾ ഈ കാണുന്ന കുഞ്ഞു സ്പൂണിൽ 4 ടീസ്പൂണ് ഒരു കുഞ്ഞ് അരിപ്പിക്കകത്ത് ഇടുന്നുണ്ട്. നമ്മൾ ഇതൊന്ന് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അരിപ്പിക്കകത്ത് ഇടുക. പിന്നീട് നമ്മൾ ചേർക്കുന്നത് ഒരു 6 ഏലക്കയാണ്. ഈ ഒരു ഏലക്ക ഇതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്കിൻ ടോൺ കൂടാൻ വേണ്ടിയിട്ടും. ഇതും നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു 6 ഏലക്കയും നമ്മളൊരു 3-4 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൂട്ട്. ഈ ഒരു കൂട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകിയേച്ച് വരിക കേട്ടോ. കഴുകിയതിന് ശേഷം നമ്മളിത് വേറൊരു പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം, 1 കപ്പ് വെള്ളം, അതിനകത്ത് നമുക്ക് 100-200 ml വെള്ളമൊക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഒരു ഇച്ചിരി അങ്ങ് വറ്റിച്ചാൽ മതി. ഒരുപാടൊന്നും വറ്റിക്കേണ്ട കാര്യമില്ല, ഒരു പോഷൻ വറ്റിച്ച് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മളിത് തിളപ്പിക്കുന്നതിനൊക്കെ മുന്നായിട്ട് വേണമെങ്കിൽ അല്പം നേരത്തേക്ക് കുതിർക്കാനായിട്ട് സമയം കൊടുക്കുക കേട്ടോ. നമ്മുടെ ഒരു കൂട്ടൊന്ന് ആ വെള്ളത്തിലേക്ക് ഒന്ന് കുതിർന്ന് വരാനായിട്ട് സമയം കൊടുക്കുക. അതുപോലെ തന്നെ ഏലയ്ക്ക് കട്ട് ചെയ്തിട്ട് ഇടാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ. ഞാനിതിനകത്ത് പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇച്ചിരി വറ്റാൻ പാടുള്ളൂ, ഒരുപാടൊന്നും വറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല, ഞാൻ പ്രത്യേകം പറയാൻ കേട്ടോ. ഇനി നമ്മളിത് മിക്സി ബൗളിനകത്തിട്ടൊന്ന് അരച്ച് കൊണ്ടുവരികയാണ്. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരണം. ഇതിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റാണ് നമുക്ക് വേണ്ടത്, പിശുടൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ തിളപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ മതിയാവും, ഒരു 5 അല്ലെങ്കിൽ 8 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ തിളപ്പിച്ച് കൊണ്ടുവരാനായിട്ട്. അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആദ്യം നന്നായിട്ടൊന്ന് തിളയ്ക്കും വരെ ഹൈ ഫ്ലെയിമിലിടുക, പിന്നീട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഈ രീതിക്ക് തിളപ്പിച്ച് നമ്മൾ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ജ്യൂസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമൊന്നും നമുക്ക് ആവശ്യമില്ല, എക്സ്ട്രാക്റ്റ് മാത്രം മതി കേട്ടോ. ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രീമും ടോണറും തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്രീം എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ളത് നോക്കാം. അപ്പോൾ ക്രീമിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ സാഫ്രോൺ ജെല്ലാണ്. സാഫ്രോൺ ജെല്ലോ അലോവേറ ജെല്ലോ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1-2 ടീസ്പൂൺ നമുക്ക് ഈ ഒരു സാഫ്രോൺ ജെൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മുടെ ഒരു ആലോവേരയും ഈ ഒരു നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫെനൽ സീഡ്സിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ഏലക്കാടയും അതിൻ്റെ കാർഡമമിൻ്റെയും ആ ഒരു എക്സ്ട്രാക്റ്റ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇച്ചിരിച്ചിരായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫേസ് ക്രീം അല്ലെങ്കിൽ ഒരു ഫേസ് ജെല്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സ്കിൻ വൈറ്റനിങ് ജെല്ല്. അപ്പോൾ ഗൈസ്, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് വരാം. ഇത് എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ഇതിനകത്തേക്ക് എന്തൊക്കെ ചേർക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അത് നോട്ട് ചെയ്തിട്ട് ആ രീതിയിൽ വേണം ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കാനായിട്ട്. ബാക്കി നോർമലും ഓയിൽ സ്കിന്നുകാരൊക്കെ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ടോണർ ഉണ്ടാക്കുന്ന മെത്തേഡ് നോക്കാം. നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു എക്സ്ട്രാക്റ്റിനകത്തേക്ക് അല്പം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഞാനൊരു 10 തുള്ളി കേട്ടോ, ഈ കാണിക്കുന്ന വിധത്തിൽ ഒരു 10 തുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ആരും ചേർക്കണ്ട. ഇനിയിപ്പോൾ ഈ നാരങ്ങ ചേർക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നാരങ്ങയുടെ നമ്മുടെ ലെമണിൻ്റെ എസൻഷ്യൽ ഓയിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഓൺലൈനിലായിട്ട് കിട്ടും. അത് മേടിച്ചിട്ട് ഇതിനകത്തേക്ക് ഒരു 3-4 തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നാരങ്ങയുടെ നീരാണ് ചേർത്തിരിക്കുന്നത്, 10 തുള്ളി കേട്ടോ. കൂടുതലായിട്ട് ആരും ചേർക്കേണ്ട കാര്യമില്ല. പിന്നീട് ഇതിനകത്തേക്ക് ചേർക്കുന്നത് റോസ് വാട്ടർ ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റോസ് വാട്ടർ ആണ്. അത് ഇതിനകത്തേക്ക് ഇച്ചിരി അങ്ങ് ചേർത്ത് കൊടുക്കുക. ഒരു 4-5 ടീസ്പൂൺ അത്ര മാത്രം മതിയാകും കേട്ടോ. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് അങ്ങ് മിക്സാക്കി കൊണ്ടുവരാം. അല്ലെങ്കിൽ ഒരു ബോട്ടിലിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോണറും റെഡിയായി വന്നിട്ടുണ്ട്.
വളരെ ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന് ഉപയോഗം ഞാൻ പറഞ്ഞു തരാം. ഇത് നമുക്ക് 2 നേരം വേണം ഉപയോഗിക്കാനായിട്ട്. ആദ്യം ഒന്ന് ഉപയോഗിക്കേണ്ടത് രാവിലെയാണ്, പിന്നെ ഒന്ന് നമ്മൾ വൈകിട്ട് കിടക്കുന്നതിൻ്റെ മുൻപായിട്ടും. ഓക്കെ, ഈ രീതിയിൽ വേണം നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ CTM റൊട്ടീനില്ലേ, ക്ലെൻസർ ടോണിങ് മോയ്സ്ചർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു CTM റൊട്ടീനിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുവരാം. ഇപ്പോൾ ആദ്യം നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക, രാവിലെ നിങ്ങൾ എണീറ്റ് പാടെ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക. എന്നതിന് ശേഷം ഈ ഒരു ടോണർ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്യുക. സ്പ്രേ ബോട്ടിലാണെങ്കിൽ സ്പ്രേ ബോട്ടിൽ, അതല്ല പഞ്ഞി വെച്ചിട്ട് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ ആദ്യം ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ ആ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജെല്ല് കൂടി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ വേണം നിങ്ങൾ രാവിലെ ചെയ്യാനായിട്ട്. വൈകുന്നേരം സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യുന്നു. എന്നതിന് ശേഷം ഈ 2 കാര്യങ്ങൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഒരു 2 വീക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൽ നല്ലൊരു ചേഞ്ച് ആയിരിക്കും കാണാൻ പറ്റുക. 2 വീക്സ് തന്നെ വേണമെന്നില്ല, അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ആയിരിക്കും ഫേസിൽ കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ആരും പുറത്ത് വെക്കരുത്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസമൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 1-2 ദിവസം അത്ര തന്നെ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞത് ചീത്തയായി പോകും. അപ്പോൾ ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഒരു 1 വീക്ക്, ഓക്കെ, അല്ലെങ്കിൽ 10 ഡേയ്സ് വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.